89.6 FM Sargakshetra. Open mic. സർഗക്ഷേത്ര 89.6 FM ഓപ്പൺ മൈക്കിന്റെ സമയം തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പോലെ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആണ്. അപ്പോൾ മെന്റൽ ഹെൽത്ത് ഡേയോടനുബന്ധിച്ച് ഒരു സ്പെഷ്യൽ ഓപ്പൺ മൈക്ക് ഇവിടെ തുടങ്ങാൻ പോകുമ്പോൾ ആരാണ് കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട കെ കോളേജിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന് പ്രതിനിധികളായിട്ട് ചിഞ്ചു മിസ്സും ഒരു പറ്റം കുട്ടികൾ നമ്മുടെ കൂട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സെറ്റ് ആണല്ലോ. സൈക്കോളജിയുടെ പവർ ഇങ്ങനെയല്ല ഞങ്ങൾ സാധാരണ കേൾക്കാറ്. ഇപ്പൊ ഏതാണ്ട് ചാർജ് ആയി വന്നിട്ടുണ്ട്. ചിഞ്ചു മിസ് ഉണ്ട്, അതോടൊപ്പം തന്നെ സൈക്കോളജി വളരെ ഇഷ്ടത്തോടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിഗ്രി സ്റ്റുഡൻസും PG സ്റ്റുഡൻസും ഒക്കെ ഉണ്ട്. മിസ്, എന്തൊക്കെയുണ്ട് വേൾഡ് സൈക്കോളജി ഡേ നിങ്ങൾ എങ്ങനെയാണ് ആഘോഷിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത്? ഓക്കെ, ഹലോ. വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ എന്ന് പറയുന്നത് ഒക്ടോബർ 10 എല്ലാ വർഷവും നമ്മൾ ആഘോഷിച്ചു വരുന്ന ഒരു സംഗതിയാണ്. ആഘോഷിക്കുകയല്ല, നമ്മൾ അത് ഒബ്സർവ് ചെയ്തു വരുന്ന ഒരു സംഗതിയാണ്. ഇത് ആക്ച്വലി WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു കോൺസെപ്റ്റാണ് മെൻ്റൽ ഹെൽത്ത് ഡേ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇൻ്റർനാഷണലി നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു ഡേ ആണ്. ഈ ഒക്ടോബർ 10 നമ്മൾ ഇത് ഒബ്സർവ് ചെയ്യുന്നത്. ഇതിനോടനുബന്ധിച്ച് നമ്മളൊരു ജസ്റ്റ് ഒബ്സർവൻസ് ഒരു ഡേ ആയിട്ട് മാറ്റാതെ ഇതൊരു വീക്ക് പരിപാടി തന്നെയാണ് ഞങ്ങൾ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 6th നമ്മൾ ഈ പ്രോഗ്രാം ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തു. നമ്മളൊരു തന്മാത്ര മൂവി സ്ക്രീനിങ്ങോട് കൂടിയാണ് നമ്മളിതിൻ്റെ ഒരു സ്റ്റാർട്ട് ചെയ്തത്. ജസ്റ്റ് ഒരു മൂവി സ്ക്രീൻ ചെയ്യുന്നതിനപ്പുറം അതിനൊരു എഡ്യൂക്കേറ്റഡ് ടൈപ്പ് ഓഫ് മൂവിയിലേക്ക് പെടുത്തി അൾസൈമേഴ്സിനെ കുറിച്ചുള്ള ഒരു ടോക്കും ഡെലിവറിയും കാര്യങ്ങളൊക്കെയാണ് നമ്മളത് ഉദ്ദേശിച്ചിരുന്നത്. അതിനുശേഷം അന്ന് വൈകുന്നേരം നമുക്ക് വെബിനാർ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു കോളേജ് പാർട്ടിസിപ്പേഷൻ കൂടെ നമ്മൾ നോക്കി ഓരോ പ്രോഗ്രാമുകളും രാത്രിയിൽ ഒരു 7:30 മുതൽ 8:30 വരെ നമ്മൾ വിവിധ തരത്തിലുള്ള വെബിനാറുകൾ ഫ്രം ദ ഡിഫറെൻറ്റ് ഫീൽഡ് ഓഫ് എക്സ്പേർട്സ് ഇൻ സൈക്കോളജി നമ്മൾ നടത്തി വരികയാണ്. എന്നിട്ട് ഇന്ന് നമ്മുടെ ഫൈനൽ ഡേ ആണ്. ഞങ്ങളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറച്ചുകൂടെ ഞങ്ങൾ കോളേജ് എന്ന് പറയുന്ന ഒരു ലോകം വിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങൾ സ്ട്രീറ്റ് പ്ലേയുമായി, അതായത് സൈക്കോളജി എന്താണെന്നുള്ളതും അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്സ് അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, സൈക്കോളജിസ്റ്റിൻ്റെ റോൾ എന്താണെന്ന് ഈ ലോകത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൊച്ചു കോട്ടയത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവർ ലോകത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന വഴിയിൽ കഷ്ടപ്പെട്ട് പിടിച്ചു നിർത്തിയിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് സമയം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓപ്പൺ മൈക്ക് ട്രാക്ക് വിട്ട് കുറച്ച് സീരിയസ് ആയി പോയോ എന്ന് പലരും ആലോചിക്കുന്നുണ്ടെങ്കിൽ സീരിയസ് ആയോ നമ്മള്? അത് പറയേണ്ടത് ഞങ്ങളല്ല, അത് പറയേണ്ടത് ഞാനും അല്ല, മിസ്സും അല്ല. മിസ് കൊണ്ടെത്തിട്ടുള്ള ഒരു പറ്റം ഇവരെല്ലാവരും റേഡിയോയ്ക്ക് വളരെ സുപരിചിതരാണ്. ഒത്തിരി പരിപാടികളിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നവരാണ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഉത്തരം പറയൂലേ? അങ്ങനെ പറ്റില്ല, കുറച്ച് എനർജി പറ. ഓക്കെ, പറഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM Sargakshetra. ഓപ്പൺ മൈക്കിൽ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയോടനുബന്ധിച്ച് നമ്മൾ കെ കോളേജിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ഒരുപാട് പേരുമായിട്ടാണ് ഈ ഒരു മണിക്കൂർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചിഞ്ചു മിസ് കുറേയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു. അതോടൊപ്പം തന്നെ ഇവർ സ്ട്രീറ്റ് പ്ലേക്ക് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നിന്നാണ് കുറച്ച് പേരെ ഞങ്ങൾ ഇങ്ങനെ തടുത്ത് കൂട്ടി നിർത്തിയിട്ട് ഒന്ന് പരിചയപ്പെടാനും അതോടൊപ്പം തന്നെ സൈക്കോളജി തിരഞ്ഞെടുത്തതിനെ പറ്റിയൊക്കെ ഒന്ന് ചോദിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഒരറ്റം മുതൽ ഞങ്ങൾ പേര് ചോദിച്ച് തുടങ്ങുവാണേ. പേര് പറയാവോ? മീനാക്ഷി എം നാഥ്. മീനാക്ഷി എം നാഥ്. ഏത് കോഴ്സ് പഠിക്കുന്നു? ഏത് കോഴ്സ് ഉദ്ദേശിച്ചത്? ഏതാണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ PG സൈക്കോളജി. ഓക്കെ, അടുത്തയാൾ? എൻ്റെ പേര് ജ്യോതിക. ഞാൻ സെക്കൻഡ് ഇയർ PG. സ്ഥലവും കൂടി പറയണം കേട്ടോ. സ്ഥലം ഏതാ പഠിക്കുന്നത്? അല്ല, സ്വന്തം വീട് എവിടെയാന്ന് പറയണം. കെ കോളേജ് എവിടെയാന്ന് പറയണ്ട, ഞങ്ങൾക്ക് അറിയാം. ഓക്കെ, ട്രിവാൻഡ്രം. ഓക്കെ, മീനാക്ഷിയുടെ വീട്? കൊട്ടാരക്കര. എൻ്റെ പേര് ലിയ ജോസഫ് എന്നാണ്. എൻ്റെ വീട് പുനലൂരാണ്. ഞാനിപ്പോൾ MSc സൈക്കോളജി ലാസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ആഗ്നസ് മാത്യു. എൻ്റെ വീട് തൊടുപുഴയാണ്. ഡിഗ്രി ഫൈനൽ ഇയർ. ആഗ്നസ് ഇതിനു മുമ്പ് റേഡിയോയിൽ വന്നിട്ടുള്ളത് എന്തിനാണ്? ഇവിടെ വന്നിട്ടുള്ളത് ജോലി കിട്ടുമെന്ന് ചോദിക്കാനുണ്ട്. എന്തായാലും ഞങ്ങളുമായിട്ട് ബന്ധമുള്ള ആളെ പോലെ കണ്ടപ്പോൾ തോന്നിയിട്ടാ. ഓക്കെ, ജോലി തരാട്ടോ. ഓക്കെ, ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, അതൊന്ന് പുറത്തേക്ക് ഇറക്കാനുണ്ട്. ആ സമയമാകുമ്പോൾ വിളിക്കാം. ഓക്കെ, അടുത്ത ആളുടെ പേര്? എൻ്റെ പേര് ക്രിസ്റ്റ ജയ ജോസഫ്. ഞാനിവിടെ ഡിഗ്രി 3rd ഇയർ പഠിക്കുകയാണ് സൈക്കോളജി. വീട് പാലക്കാട്. ക്രിസ്റ്റ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ. സംസാരിച്ചിട്ടുണ്ട്. നമ്മളിതിലെ പോകുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ട്. ഓക്കെ, എന്നാരും തെറ്റിദ്ധരിക്കരുത് എന്ന് മാത്രം എനിക്ക് പറയാനുള്ള. പേര് പറയൂ. ഞാൻ ഏഞ്ചല. എൻ്റെ വീട് ഇടുക്കിയിലാണ്. ഞാനിവിടെ 3rd ഇയർ സൈക്കോളജി. ഏഞ്ചലയും റേഡിയോയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഞാൻ സോങ്സ് റേഡിയോയിൽ കുറച്ച് എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റേഡിയോയിൽ വളരെയധികം പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇപ്പൊ എന്നെക്കാളും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നിങ്ങളെ മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ. പേര് പറയൂ. എൻ്റെ പേര് നമിത നവാസ്. ഞാൻ ഫസ്റ്റ് ഇയർ MSc സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ വീട് കോട്ടയം. ഓക്കെ, അപ്പോൾ നമിതയോട് ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് നമ്മൾ വാർഡിലേക്ക് പോകാൻ പോകുന്നത്. MSc സൈക്കോളജി എന്ന് പറയുമ്പോൾ സൈക്കോളജി പരമായി യാത്ര തുടങ്ങിയിട്ട് ഏറെക്കുറെ ഒരു 3-4 വർഷമായില്ലേ? എന്തുകൊണ്ട് സൈക്കോളജി?
എന്തുകൊണ്ട് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മെഡിസിൻ ഫീൽഡ് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇത് മെഡിസിൻ ഫീൽഡല്ല. അപ്പം എനിക്ക് എന്തായാലും പഠിച്ചിട്ട് ഡോക്ടറാകാൻ പറ്റിയില്ല. ആ ടൈമിൽ എന്നെ എല്ലാവരും ഫോഴ്സ് ചെയ്തു, നഴ്സിംഗ് പോകുന്നു. എനിക്ക് അതിനോട് വലിയ താല്പര്യമായിരുന്നു. പിന്നെ ഞാൻ പണ്ട് മുതലേ ആൾക്കാരോട് സംസാരിക്കാനും നല്ലൊരു ലിസണറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ചും കൂടെ ആൾക്കാരുമായിട്ട് ഇടപെടാനും ഒക്കെ കുറച്ച് പേരൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഐ നോ ദാറ്റ് എനിക്ക് അത് പറ്റും, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വന്നു. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് അന്വേഷിക്കാൻ തുടങ്ങി. ലേറ്റർ ഞാൻ ഇവിടെ വന്നു ആൻഡ് ഐ എം കംപ്ലീറ്റ്ലി ഹാപ്പി നൗ. എനിക്ക് ഈ ഒരു ഫീൽഡ് സെലക്ട് ചെയ്യാൻ പറ്റിയതിലും ഇവിടെ നിൽക്കാൻ പറ്റിയതും ഐ എം സോ ഹാപ്പി. ഓക്കെ, ഡിഗ്രി എവിടെയാണ് പഠിച്ചത്? ഞാൻ ഡിഗ്രി എറണാകുളം കൊച്ചിൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്. കൊച്ചിൻ കോളേജ്. ഓക്കെ, എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് വന്നപ്പോൾ വ്യത്യാസം? ഇവിടുന്ന് കെയിൽ പഠിക്കേണ്ടതായിരുന്നു ഞാൻ ഡിഗ്രിക്ക്. അന്ന് ഞാൻ വേറൊരു നാട്ടിലേക്ക് കോട്ടയത്തു നിന്ന് പോകാമെന്ന് പറഞ്ഞ് പോയതാ. അങ്ങനെ അവിടുന്ന് പിന്നെ തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് തന്നെ ഞാൻ. എന്നാലും എറണാകുളത്തെ പറ്റി ഒരു നല്ല വാക്ക് പറയില്ല. അത് ഒരു എറണാകുളക്കാരൻ ചോദിക്കുമ്പോൾ അത് പറയരുത് കേട്ടോ. ഒരു ലൂപ്പാണ്. അവിടെ പോയാൽ പിന്നെ അവിടുന്ന് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ഈ ലൂപ്പിൽ നിന്ന് എല്ലാ ആഴ്ചയും ഞാൻ ഇവിടെ വരുന്നുണ്ടല്ലോ കോട്ടയത്ത്, എനിക്കൊരു പ്രശ്നമില്ലല്ലോ. ഓക്കെ, നമ്മൾ ഈ തർക്കം പിന്നീട് തുടരും അല്ലോ. പാട്ടിന്റെ ഗ്യാപ്പിലും തർക്കം തുടരും എന്ന് പറഞ്ഞുകൊണ്ട് റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയിൽ ഓപ്പൺ മൈക്ക് നമ്മൾ കെ കോളേജിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കരുത്തരായിട്ടുള്ള കുട്ടികളുമായിട്ട് ചർച്ചകളിലൂടെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏഞ്ചല, എന്തൊക്കെയുണ്ട് വിശേഷം? വളരെയധികം നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു ദിവസമല്ല, ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞൊരു ദിവസത്തിലൂടെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്? അതെ, ഒരു സൈക്കോളജി സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആണ്. സോ ഇന്നത്തെ ദിവസം നമ്മൾ ഒരു വീക്കായിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിസ് പറഞ്ഞതുപോലെ ഇന്നാണ് അതിൻ്റെ ഒരു പര്യവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. സോ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ലോകാരോഗ്യ സംഘടന ഈ ഒരു മെന്റൽ ഹെൽത്ത് ഡേയുമായി ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെല്ലാം ആളുകളിലേക്ക് എത്തിക്കുക, പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് മെന്റൽ ഹെൽത്ത് ഡേയുമായി ബന്ധപ്പെട്ട് ലോകാരോഗ്യ സംഘടന ലോകത്തോട് വിളിച്ച് പറയുന്നത് എന്താണ്? ഈ ഒരു മെൻ്റൽ ഹെൽത്ത് ഡേയിൽ WHO ലോകാരോഗ്യ സംഘടന നമുക്ക് തന്നിരിക്കുന്ന തീം എന്ന് പറഞ്ഞാൽ ആക്സസ് ടു സർവീസസ് മെൻ്റൽ ഹെൽത്ത് ഇൻ കാറ്റസ്ട്രോഫ്സ് ആൻഡ് എമർജൻസീസ്. അതായത് എന്തൊരു ദുരന്തങ്ങൾ വരുമ്പോഴും ആ സമയത്തും നമുക്ക് മെൻ്റൽ ഹെൽത്തിൽ ആയിട്ടുള്ള സർവീസസിനെ ആക്സസ് ചെയ്യാനായിട്ട് എങ്ങനെ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും സാധിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇപ്പം നമുക്ക് ഒത്തിരി ഫ്ലഡ് വരും, അല്ലെങ്കിൽ ഒത്തിരി ദുരന്തങ്ങളൊക്കെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. പക്ഷേ ആ സമയത്തൊക്കെ നമുക്ക് ഈ മെൻ്റൽ ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു കൗൺസിലിംഗ് എടുക്കണേലോ സൈക്കോളജിസ്റ്റിനെ കാണാൻ ഒക്കെ നമുക്ക് അങ്ങനെ തോന്നത്തില്ല ഒരിക്കലും. നമുക്കൊരു മടിയായിരിക്കും, നമുക്കൊരു സോഷ്യൽ ഒരു സ്റ്റിഗ്മ എല്ലാവർക്കും കാണും. ഇപ്പം ഞാൻ പോയി ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്നെ സമൂഹം മാറ്റി നിർത്തും, അങ്ങനെ ഒത്തിരി പേടിയൊക്കെ നമുക്കുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് എന്തൊരു ദുരന്തവും വരുമ്പോൾ ഇങ്ങനെ ഈ സർവീസസിലേക്ക് നമ്മൾ ആക്സസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം പറയുന്നു. അതുപോലെ തന്നെ ഈ സർവീസസിലുള്ള ആളുകളുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആണോ എന്നും ഈ ഒരു മെൻ്റൽ ഹെൽത്ത് വീക്കിൽ അല്ലെങ്കിൽ ഈ ഒരു മെൻ്റൽ ഹെൽത്ത് ഡേയിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പരിപാടികളൊക്കെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇനി കലാശക്കൊട്ടിൻ്റെ നേരമാണ്. നിങ്ങൾ സ്ട്രീറ്റ് പ്ലേ ഒക്കെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു? ഇന്ന് കോട്ടയത്ത് KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ്. നമ്മൾ 4 മണിയോട് കൂടിയായിരിക്കും സ്ട്രീറ്റ് പ്ലേ. അപ്പോൾ ആ സമയത്ത് ആ പരിസരങ്ങളിലുള്ള എല്ലാവരും ഞങ്ങളെ വന്ന് സപ്പോർട്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഓടിച്ചെന്ന് അത് കളിച്ച് എല്ലാവരെയും അമ്പരപ്പിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ അമ്പരപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന സമയം 4 മണിയാണ്. ഓപ്പൺ മൈക്കിന്റെ സമയം തീരുമ്പോൾ ഈ റേഡിയോ ഒക്കെ ഇട്ടുകൊണ്ട് കോട്ടയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നേരെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പോരെ? എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കെ കോളേജിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ. അപ്പോൾ എല്ലാവരും വരിക, കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി എങ്ങാനും KSRTC ബസ് സ്റ്റാൻഡിൽ എത്താൻ പറ്റാതെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഇവരിൽ പ്രധാനപ്പെട്ട കുറച്ച് നടന്മാരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇവരോട് ചില സ്ട്രീറ്റ് പ്ലേയിലെ ഡയലോഗുകളൊക്കെ ഞങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് കേട്ടോ. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷമാണ് ഇന്ന് നടക്കാൻ പോകുന്ന സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സ്ട്രീറ്റ് പ്ലേയിലെ ചില കഥകളൊക്കെ, ചില കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പോകുന്നത്. 89.6 FM സർഗക്ഷേത്ര. ഓപ്പൺ മൈക്കിന്റെ നേരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ നമ്മളോട് കെ കോളേജിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയുണ്ടോ. അവർ വളരെ തിരക്കുപിടിച്ച ദിവസങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. മെന്റൽ ഹെൽത്ത് വാരാഘോഷത്തിന്റെ അവസാനം സംഭവിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് അവർ സ്ട്രീറ്റ് പ്ലേ നടത്താൻ പോകുന്നു. ഇതെല്ലാം നമ്മൾ അറിഞ്ഞു. അപ്പോൾ സ്ട്രീറ്റ് പ്ലേയിലാണ് കൊണ്ടുവന്ന് എത്തിച്ചത് കാര്യങ്ങൾ. അപ്പോൾ ഈ സ്ട്രീറ്റ് പ്ലേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടത്തുന്ന ആളാണോ താങ്കൾ? പേര് പറയൂ. എൻ്റെ പേര് ജ്യോതികയാണ്. ഞങ്ങളിപ്പം സ്ട്രീറ്റ് പ്ലേയുടെ മെയിൻ കോർഡിനേറ്ററിൻ്റെ
ആ ഒരു ഹെൽപ്പറായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. എൻ്റെ എല്ലാ കാര്യം നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വീക്കിൻ്റെ ആ ഒരു തീമിൻ്റെ ബേസിസിൽ തന്നെയാണ് നമ്മുടെ സ്ട്രീറ്റ് പ്ലേയും നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ല വിജയത്തോടു കൂടി എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സ്ട്രീറ്റ് പ്ലേ നേരിട്ട് വന്ന് കാണേണ്ടതാണ് ഉറപ്പായിട്ടത്. ഈ നമ്മുടെ ഓപ്പൺ മൈക്കിൻ്റെ സമയത്തിന് ശേഷം കോട്ടയം ബസ് സ്റ്റാൻഡിൽ അരങ്ങേറാൻ പോകുകയാണ്. എന്നാൽ ഇതിപ്പോൾ കാണാൻ പറ്റാതെ ദൂരെ നിന്നൊക്കെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി എന്താണ് അതിൻ്റെ ഒരു കഥാസന്ദർഭം എന്ന് പറയാമോ? കംപ്ലീറ്റ് ആയിട്ട് കഥ പറയണ്ട, അത് നേരിട്ട് ഒന്ന് കണ്ടോട്ടെ. ഞങ്ങളുടെ കഥാസന്ദർഭം എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഡേ വീക്കിൻ്റെ തന്നെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ദുരന്തം വരുമ്പോൾ ആ ഒരു ദുരന്തത്തിൽ പെട്ടുപോകുന്ന ആൾക്കാരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും, അവിടെ എങ്ങനെയാണ് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ വന്ന് അവിടെ സഹായിക്കേണ്ടത്, അതാണ് ഞങ്ങളുടെ ആ ഒരു സ്ട്രീറ്റ് പ്ലേയുടെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത്. അവിടെ ഞങ്ങൾ 3 ഘട്ടങ്ങളായിട്ടാണ് കാണിക്കുന്നത്. ഒരു ദുരന്തം വരുന്നുണ്ട്, അതിലുണ്ടാകുന്ന സമൂഹം, പിന്നെ അതിൽ സഹായിയായിട്ട് വരുന്ന സർവീസ്. ഈ 3 പേരിലൂടെയാണ് ഞങ്ങളുടെ ഈ സ്ട്രീറ്റ് പ്ലേ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എത്ര പേരാണ് അഭിനയിക്കുന്നത്? അതിന്റെ കൂടെ നിൽക്കുന്നത് എത്ര പേരാണ്? പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? പരിപാടികളൊക്കെ എങ്ങനെയാണ്? പ്രോപ്പർട്ടീസ് ആയിട്ട് ഞങ്ങൾ അധികം യൂസ് ചെയ്യുന്നില്ല. ഞങ്ങളുടെ മുഖഭാവങ്ങളും ഞങ്ങൾ പറയുന്ന ഡയലോഗുകളും കൂടെയാണ് ഞങ്ങളത് പൂർണ്ണമായിട്ട് എത്തിക്കും. ഞങ്ങൾക്ക് ഒരുപാട് പ്രോപ്പർട്ടീസിന്റെ ആവശ്യമില്ല, ഞങ്ങൾ അഭിനയിച്ച് അത് ആളുകളിലേക്ക് എത്തിക്കും. അതെ, തീർച്ചയായിട്ടും അഭിനയിച്ച് എല്ലാവരിലും എത്തിക്കും. നിങ്ങൾ ഇതിനുമുമ്പ് പലയിടങ്ങളിൽ സ്ട്രീറ്റ് പ്ലേ നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പല റാലികളും അങ്ങനത്തെ പല പരിപാടികൾ നടത്തുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുൻപും ജ്യോതിക ആ സ്ട്രീറ്റ് പ്ലേയുടെ ഭാഗമായിരുന്ന ആളാണോ? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ്. ജ്യോതികയെ ആദ്യമായി ഉത്തരവാദിത്തം വളരെയധികം വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുകയാണ്. അതെ, ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് ഭംഗിയോടെ നിറവേൽക്കാനാണ് എന്റെ കർത്തവ്യം. ഓക്കെ, അപ്പോൾ സ്ട്രീറ്റ് പ്ലേയുടെ പേരും കൂടി പറഞ്ഞിട്ട് നമ്മൾ നേരെ പാട്ടിലേക്ക് പോകും. നാട്ടുവെളിച്ചം. കെ കോളേജിലെ സൈക്കോളജി വിഭാഗം അവതരിപ്പിക്കുന്ന തെരുവ് നാടകം നാട്ടുവെളിച്ചം. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. ഓപ്പൺ മൈക്കിൽ നമ്മൾ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിയ ഉണ്ട് എൻ്റെ കൂടെ. ലിയ പഠിക്കുന്ന കോഴ്സ് സൈക്കോളജി ആണെന്ന് പറഞ്ഞു. ഏത് ഇയർ ആണ്? ഞാൻ MSc സൈക്കോളജി ലാസ്റ്റ് ഇയർ ആണ്. ഓക്കെ, MSc സൈക്കോളജി ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു മനുഷ്യൻ സൈക്കോളജി പരമായി പഠിച്ചു തീരേണ്ട കാര്യങ്ങളുടെ അവസാന ലാപ്പിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അതെ അതെ, അങ്ങനെയൊക്കെ പറയാം. ഓഹോ, അങ്ങനെയാണ്. എന്നാൽ അങ്ങനെയാണെങ്കിൽ ലിയോട് എനിക്ക് കുറച്ച് കട്ടിയായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടി വരും. ഓപ്പൺ മൈക്ക് കുറച്ച് സീരിയസ് ആകാൻ പോവുകയാണെ. ഓക്കെ. അതായത് നമ്മളിപ്പോൾ അപകടങ്ങൾ പലതരത്തിൽ മനുഷ്യർക്ക് സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ശാരീരികപരമായിട്ടുള്ള അപകടങ്ങൾ സംഭവിക്കാറുണ്ട്, മാനസിക അപകടങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ഈ മാനസിക അപകടം എന്നൊരു പ്രശ്നമൊക്കെ ലോകത്തുണ്ടോ എന്ന് പോലും അറിയാത്ത ഒത്തിരി മനുഷ്യരുണ്ട്. നമ്മൾ സാധാരണ അല്ലാതെയുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ പരിക്കുകളൊക്കെയാണല്ലോ പരിഗണിക്കാറ്. അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് മാനസിക സംഘർഷം നേരിടുന്ന ഒരാളെ സഹായിക്കാൻ എന്തൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്ന പൊടിക്കൈകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും? നമുക്ക് സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 രീതിയിലുണ്ട്. ചെറിയ ചെറിയ സ്ട്രെസ്സുകളുണ്ട്, അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്സുകളുണ്ട്. അപ്പോൾ ഈ ചെറിയ സ്ട്രെസ്സുകളൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെത്താനെ വേണമെങ്കിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് ചെറിയ ചെറിയ പൊടിക്കൈകളുണ്ട്. ഒരു ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ തന്നെ യോഗ അങ്ങനത്തെ പ്രാക്ടീസുകൾ ചെയ്യുക, അതുപോലെ തന്നെ 5 to 1 ടെക്നിക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി ടെക്നിക്കുകളുണ്ട്. സോ അതൊക്കെ ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ചെറിയ ചെറിയ സ്ട്രെസ്സുകളൊക്കെ ചെയ്യാനായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ 5 to 1 ടെക്നിക്ക് ആണെങ്കിൽ ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ 5 കാര്യങ്ങൾ നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്നതിനെ ഒബ്സർവ് ചെയ്യുക, അതുപോലെ 4 കാര്യങ്ങൾ നമുക്ക് ചുറ്റും കേൾക്കാൻ പറ്റുന്നതിനെ ഒബ്സർവ് ചെയ്യുക, 3 കാര്യങ്ങൾ സ്മെൽ ചെയ്യാൻ പറ്റുന്നത്, 2 കാര്യങ്ങൾ ജസ്റ്റ് ടച്ച് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ ഒരു കാര്യം ജസ്റ്റ് നമ്മുടെ അടുത്തൊരു മുട്ടായി ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി എന്താണ്, നമ്മുടെ ആ സ്ട്രെസ് എന്താണെന്ന് നമ്മൾ ചിലപ്പോൾ മറന്നു, നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോൾ. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ബ്രീത്തിങ്ങിനെ ഫോക്കസ് ചെയ്യുക, ബ്രീത്തിങ് എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെയൊക്കെ. ഇഫ് യു ഹാവ് എ ക്രോണിക് സ്ട്രെസ് ആണ് നമുക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു തെറാപ്പിക്ക് പോകുന്നതും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും ഉചിതമായ തീരുമാനം. അപ്പോൾ ലിയ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുമോട്ടോ. ഇതൊക്കെ എനിക്കും പുതിയൊരു അറിവായതുകൊണ്ടാണ് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ അധികം ഇടപെടാത്തത്, അല്ലെങ്കിൽ ഇടയ്ക്ക് ഇടപെട്ടുകൊണ്ടേയിരിക്കുന്ന ആളാണ്. ഓക്കെ. അപ്പോൾ വേറൊരു കാര്യം ചോദിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒരു കൂട്ടം, നമ്മളുടെ സുഹൃത്തുക്കളുടെ ഒരു കൂട്ടം ഒന്നിച്ചിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരാൾ ഒരു പ്രകോപനവും ഇല്ലാതെ ഇരുന്നങ്ങ് കരയുവാണെന്ന് വിചാരിച്ചോളൂ. അതായത് നമ്മൾ ഇരിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒന്നിച്ചിരുന്നപ്പോൾ ഒന്നും അയാൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായതായിട്ട് നമുക്ക് അനുഭവിക്കാൻ അല്ലെങ്കിൽ അറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷെ പെട്ടെന്ന് അയാൾ ഇരുന്നങ്ങ് കരഞ്ഞുപോയി. അങ്ങനെ കരയുന്ന ഒരാൾക്ക് നമുക്ക് അയാൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അയാളെ കരയാൻ അനുവദിക്കുക എന്നുള്ളതാണ്. അയാൾക്ക് കരയാനുള്ളൊരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം പലപ്പോഴും നമുക്ക് കരയാനായിട്ട് പറ്റാറില്ല. സോ അവർ പലപ്പോഴും അത് പിടിച്ചു വെക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഡിപ്രഷനൊക്കെ പലരും ചിരിച്ചുകൊണ്ട് കൂടിയാണ് കടന്നു വന്നത്. ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ പലരും ചിരിച്ചുകൊണ്ടൊക്കെ സൂയിസൈഡ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. കാരണം അവർക്ക് അവരുടെ ഇമോഷൻസിനെ പോലും എക്സ്പ്രസ് ചെയ്യാനായിട്ട്, കരച്ചിലാണെങ്കിൽ പോലും ഒന്ന് കരയാൻ പോലും ഒരു ടൈമോ സ്പേസോ കിട്ടാത്ത ആൾക്കാരുണ്ട്. സോ അങ്ങനെ ഒരു ഇത് കൊടുക്കുക. അപ്പം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു
ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ശാന്തമായിട്ട് ഒന്നും തിരിച്ച് പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരെ ലിസൺ ചെയ്യുക. അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് നമുക്ക് എന്താണ്, ഒരു വലിയ പ്രശ്നം വരുമ്പോഴോ ഈ ചെറിയ ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പം അവരെ ആ രീതിയിലൊക്കെ ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്യുക, ഇല്ലെങ്കിൽ അവർക്ക് കരയണമെങ്കിൽ അവരുടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ അനുവദിക്കുക, ഒരു ബ്രീത്തിങ് എക്സസൈസ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ലിയ, എന്തായാലും ഇത് വളരെ വലിയൊരു കാര്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർ ഇത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. റേഡിയോയിൽ പാട്ടാണ് വരുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. ഓപ്പൺ മൈക്കിങ്ങിന് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയുണ്ട്. വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയുമായി ബന്ധപ്പെട്ടുള്ള കുറേയധികം കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് കെ കോളേജിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ കുറേ അധികം പ്രഗത്ഭരായിട്ടുള്ള കുട്ടികൾ, അങ്ങനെ തന്നെ പറയാലോ. ഓക്കെ, അപ്പൊ ആഗ്നസ് അങ്ങനെ പറയാമെങ്കിൽ ആഗ്നസിന് എന്താണ് ഞങ്ങളോട് പറഞ്ഞു തരാനുള്ളത്? ഞാൻ മെൻ്റൽ ഹെൽത്ത് അമംഗ് യൂത്തിനെ കുറിച്ച് പറയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ആസ് എ യങ് അഡൾട്ട് നമ്മൾ ചുറ്റുമുള്ളവരുടെ കാര്യം മറന്ന് ലൈക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും എൻ്റെ കൂട്ടത്തിലുള്ളവരുടെ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് കാണുന്നത് കൊണ്ട് വളരെയധികം പ്രോബ്ലംസ് കൂടുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡിപ്രഷൻ, ആൻസൈറ്റി, സോഷ്യൽ ആൻസൈറ്റി, പിന്നെ ഫോൺ അഡിക്ഷൻ ഒരു പുതിയ ഡിസോർഡർ ആയിട്ടൊക്കെ വരുന്നുണ്ടെന്ന് കേട്ടു. അതൊക്കെ ഇപ്പോൾ കൂടി വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പോൾ ആഗ്നസ് ഇപ്പോൾ ഈ ഒരു സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ആഗ്നസിന്റെ ഇപ്പോൾ ഡിഗ്രിയാണല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ. ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആഗ്നസിന് ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി കഴിയുമ്പോൾ PG ലെവലിലേക്കൊക്കെ എത്തുമ്പോഴാണ് ഇടപെടാറ്? അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരം കേസുകൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാറ്? അല്ലെങ്കിൽ നമ്മൾ എങ്ങനത്തെ കേസുകൾ കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സൈക്കോളജി സ്റ്റുഡൻ്റ് ആണെന്ന് പറയുമ്പോൾ പലരും അവരുടെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആയിട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പം നമ്മളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഇഫ് ഇറ്റ് സംതിങ് ലൈക്ക് ലിസണിങ് ടു ദം, അത് നമ്മൾ ചെയ്യും. ബട്ട് സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഈ അഡിക്ഷൻ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുമ്പം നമ്മൾ പ്രൊഫഷണൽ ഹെൽപ്പിലേക്ക് അവരെ റെഫർ ചെയ്യും. കാരണം നമ്മൾ ഡിഗ്രി മാത്രം പഠിക്കുന്നവരാണ്. പ്രൊഫഷണൽ കൗൺസിലിംഗ് ഒന്നും കൊടുക്കാൻ നമുക്ക് ക്വാളിഫിക്കേഷൻസ് ഇല്ല സോ ഫാർ. പക്ഷെ അതായി കഴിയുമ്പം തീർച്ചയായും ഹെൽപ്പ് ചെയ്യണം എന്നാഗ്രഹമുണ്ട്. ഓക്കെ, ആഗ്നസിന് അത് കഴിയും. ആഗ്നസിനെ കണ്ടാൽ തന്നെ അറിയാം. താങ്ക് യു. ഓക്കെ, അപ്പോൾ ആഗ്നസിന് അത് സാധിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാട്ടോ. റേഡിയോയിൽ പാട്ടാണ് വരുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. ഓപ്പൺ മൈക്കിന്റെ സമയം ഏതാണ്ട് തീരാറായി എന്ന് തന്നെ പറയാൻ പറ്റും. നമ്മളിപ്പോൾ ഇന്ന് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയോടനുബന്ധിച്ച് നടത്തുന്ന സ്പെഷ്യൽ ഓപ്പൺ മൈക്കിൽ നമുക്ക് വിശിഷ്ടാതിഥികളൊന്നും പറയണ്ട. നമുക്ക് വളരെ പ്രിയപ്പെട്ടവരായിട്ടുള്ള കെ കോളേജിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ പ്രതിനിധികൾ തന്നെയാണ് നമ്മളെ കൂടെയുള്ളത്. അപ്പോൾ ചിഞ്ചുമിസിൽ തുടങ്ങി ചിഞ്ചുമിസിൽ നമ്മൾ ഓപ്പൺ മൈക്ക് അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, സന്തോഷം. ഓക്കെ, അപ്പോൾ മിസ്, ഇപ്പോൾ ഈ ഒരു ദിവസം ചർച്ച ചെയ്യപ്പെടേണ്ട കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇതുപോലെ മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ അറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ കടൽ പോലെ പരന്നു കിടക്കുന്നതാണെന്നാണ് അല്പനേരം നിങ്ങളോട് സംസാരിച്ച കൊണ്ടിരിക്കുന്ന എനിക്ക് പോലും മനസ്സിലായത്. അപ്പോൾ എന്തൊക്കെയാണ് മിസ്സേ ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഓപ്പൺ മൈക്ക് ഷട്ടർ മെല്ലെ താത്തിക്കൊണ്ടിരിക്കുമ്പോൾ പറയാനുള്ളത്? ഓക്കെ, അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസും ഞങ്ങളെ എങ്ങനെയൊക്കെ അതിനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതും. ഞങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കുട്ടികൾ മാത്രമാണ്. ഇനിയും ഒരുപാട് മുമ്പോട്ട് ഈ ഒരു സൈക്കോളജിയുടെ ജേർണി മുമ്പോട്ടുണ്ട്. അതിലൊരു ഡേ മാത്രം നമ്മളെടുത്ത് ഒന്ന് ഒബ്സർവ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ ഈ ഒബ്സർവേഷൻ ഡേയിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് പ്ലേ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്ട്രീറ്റ് പ്ലേ നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്യുന്ന 2 ഗ്രൂപ്പും കൂടെ ഉണ്ട്. വൈസ്മെൻ ക്ലബ്ബ്, ഇൻ്റർനാഷണൽ ക്ലബ്ബ് മാന്നാനവും അതുപോലെ തന്നെ കേരള പോലീസും. ഇവരുമായിട്ട് ലിങ്ക് ചെയ്താണ് നമ്മൾ ഇന്നത്തെ ഈ സ്ട്രീറ്റ് പ്ലേ നമ്മൾ നടത്തുന്നത്. അപ്പോൾ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്നും മുമ്പോട്ട് വരുന്നത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ സൈക്കോളജിയെക്കുറിച്ച് ജസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞുകൊണ്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. അതായത് സൈക്കോളജി എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു നെഗറ്റീവ് സെൻസിലായിരുന്നു നമ്മുടെ ഒരു കാലഘട്ടം വരെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് സൈക്കോളജി ഒരു ഷിഫ്റ്റ് എടുത്തിരിക്കുകയാണ്. സൈക്കോളജി ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു പോസിറ്റീവ് സ്പിരിറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫീൽഡാണ് പോസിറ്റീവ് സൈക്കോളജി. ഒരു 2000-ൻ്റെ ഒരു ലാസ്റ്റ് എൻഡിങ്ങോടുകൂടി വന്ന് തുടങ്ങിയ ഒരു ഫീൽഡാണിത്. അതായത് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, കുറവുകളെ കഴിഞ്ഞും കൂടുതൽ ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ റെസിലിയൻസ്, ഗ്രോത്ത്, വെൽബീങ്, അല്ലെങ്കിൽ നമ്മൾ ഡിപ്രഷന് പകരം ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇങ്ങനെ നമ്മളൊരു പോസിറ്റീവ് ഷിഫ്റ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ നെഗറ്റീവ് ഇമോഷൻസിനൊക്കെ അപ്പുറം നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ഓർക്ക് പേരുകളിൽ മാത്രമല്ലേ മാറ്റമുള്ളൂ എന്നുള്ളതല്ല. പേരുകൾ മാത്രമല്ല, നിങ്ങളും ഒപ്പം ഞങ്ങളോട് നിൽക്കുക. നമുക്ക് ഈ ഒരു ഫീൽഡിനെ നമുക്ക് കുറേ മുമ്പോട്ട് കൊണ്ടുപോകാം. അങ്ങനെ ഒരു പോസിറ്റീവ്
സൊസൈറ്റി നമുക്ക് ഫോം ചെയ്യാം. അതോടൊപ്പം നിങ്ങളുടെ ഒരു ടേം കടമെടുത്ത്, നിങ്ങളുടെ ടാഗ് ലൈൻ കടമെടുത്ത് ഞങ്ങൾ പറയുകയാണ്, കാതോരം കരുതലായി ഈ സമൂഹത്തിനൊപ്പം ഞങ്ങൾ സൈക്കോളജിക്കാരും. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും കാണാൻ പറ്റിയതിൽ ഈ ഒരു തിരക്ക് പിടിച്ച ദിവസം, നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ പഠന ജീവിതത്തിലെ തിരക്കേറിയ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വന്നതിലും നന്ദി എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, കാരണം നമ്മളൊക്കെ ഒരു ടീമല്ലേ, അങ്ങനെയല്ലേ മിസ്സേ? പിന്നില്ലേ. ഓക്കെ, അപ്പോൾ റേഡിയോയിൽ പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി 89.6 FM സർഗക്ഷേത്ര.